പോകുന്നത് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറഞ്ഞ ഒരു പുതിയ ടോപ്പിക് ആയിട്ടാണ്. അപ്പോൾ എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്. അതൊരു റെയർ ആയിട്ടുള്ള കൺജനീറ്റൽ മാൽഫോർമേഷൻ ആണ്. ബ്ലാഡറിനെയും യുറീത്രയെയും ഒരേപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കൺജനീറ്റൽ മാൽഫോർമേഷൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാഡർ ഇൻസൈഡ് ഔട്ട് ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറയുന്നത് റെയർ കൺജനീറ്റൽ അനോമലി ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെക്ട്രം ഓഫ് അനോമലീസ് ഉണ്ടായിരിക്കും ഇൻവോൾവിംഗ് ventral body wall, urinary tract, genital tract, bony pelvis, spine, anus, etc. അപ്പോൾ സ്പൈന്, ഏനസ്, പിന്നെ പെൽവിസ്, പിന്നെ ബോണി പെൽവിസ്, പിന്നെ ജെനൈറ്റൽ ട്രാക്റ്റും യൂറിനറി ട്രാക്റ്റും വെൻട്രൽ ബോഡി വാളും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു റെയർ ആയിട്ടുള്ള ഒരു കൺജനൈറ്റൽ അനോമലിയാണ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ 1 in 30,000 to 1 in 50,000 ലൈവ് ബർത്തിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. 50,000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്കെങ്ങാനും വരുമായിരിക്കും. അപ്പോൾ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. നെക്സ്റ്റ് എംബ്രിയോ ജനസിസ് പറയുമ്പം ഏകദേശം 4 weeks ഓഫ് ദ 4th week ഓഫ് ദ ഗസ്റ്റേഷൻ ആണ്. നമ്മൾ അത് എന്തിനകത്താണ് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏനോറെക്ടൽ മാൽഫോർമേഷൻ അത് നമ്മൾ പഠിച്ചായിരുന്നു. 4th week ഓഫ് ദി ഗസ്റ്റേഷൻ്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? യൂറോറെക്ടൽ സെപ്റ്റം ക്ലോയക്കനെ ഡിവൈഡ് ചെയ്യുന്നത്. ക്ലോയക്ക എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ്. റെക്ടോം, ഏനസും അതുപോലെ ജനൈറ്റൽ യൂറിനറി സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു കനാലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്റ്റമാണ് എൻ്റെ ക്ലോയക്ക എന്ന് പറയുന്നത്. അതപ്പോൾ അത് ഡിവൈഡ് ചെയ്യാൻ നോർമലി അത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡിസീസ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡറിൻ്റെ സമയത്ത് ഈ ഒരു ഡിവിഷൻ അവിടെ നടക്കുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിന്റെ എറ്റിയോളജിയിലേക്ക് വരാം. എക്സാക്ട് എറ്റിയോളജി അൺനോൺ ആണ്, അല്ലെങ്കിൽ ഇഡിയോപതിക് ആയിട്ടുള്ള കോസ് ആണ് എക്സാക്ട് എറ്റിയോളജി എന്ന് പറയുന്നത്. പിന്നെ ബർത്ത് ഡിഫക്റ്റ് കാരണം എന്തെങ്കിലും ബർത്ത് ഡിഫക്റ്റ് കാരണം വരാം, അല്ലെന്നുണ്ടെങ്കിൽ ജനൈറ്റൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും കാരണം വരാം, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെയാണ് വരുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പിന്നെ എന്തെങ്കിലും ബർത്ത് ഡിഫക്റ്റ് കാരണോ ഇഡിയോപതിക് കോസ് ആയിട്ട് വരാം. നെക്സ്റ്റ് പത്തോഫിസിയോളജി എന്ന് പറയുന്നത് ഡ്യൂ ടു അൺനോൺ എറ്റിയോളജി ക്ലോയാക്കൽ മെംബ്രെയിൻ ബേസ്റ്റ് ആകും, പൊട്ടിപ്പോകും. ക്ലോയാക്കൽ മെംബ്രെയിൻ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അത് പൊട്ടിപ്പോക്കും. അപ്പോൾ എന്താണ്? അബ്ഡോമിനൽ വോള് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യത്തില്ല. അപ്പോൾ അബ്ഡോമിനൽ വോള് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യാത്തതുകൊണ്ട് യൂറോ റെക്ടൽ സെപ്റ്റം ബ്ലാഡറിനെ സെപ്പറേറ്റ് ചെയ്യും. ബവലിൽ നിന്നും ഇൻറ്റസ്റ്റൈനിൽ നിന്നും യൂറോ റെക്ടൽ സെപ്റ്റം എന്ത് ചെയ്യും? ബ്ലാഡറിനെ ബവലിൽ നിന്നും ഇൻറ്റസ്റ്റൈനിൽ നിന്നും സെപ്പറേറ്റ് ആകും. പക്ഷേ ബ്ലാഡർ എന്താണ്? ഇൻസൈഡ് ഔട്ട് ആയിട്ട് ബെല്ലിയിൽ കാണാൻ പറ്റും. അതായത് നമ്മുടെ അബ്ഡോമിനൽ വോളില്ലേ, ആ ഭാഗത്ത് പുറത്തോട്ട് ബ്ലാഡർ കാണാൻ പറ്റും. അതാണ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ അൺനോൺ എറ്റിയോളജി കാരണം ഈ ക്ലോയാക്കൽ മെംബ്രെയിൻ എന്ത് ചെയ്യും? ബേസ്റ്റ് ആയി പോകും. അപ്പോൾ ബ്ലാഡർ ദാറ്റ് സെപ്പറേറ്റ് ദി ഇൻറ്റസ്റ്റൈൻ ആൻഡ് ബവലിൽ നിന്നും ഇൻറ്റസ്റ്റൈനിൽ നിന്നും ബ്ലാഡറിനെ സെപ്പറേറ്റ് ആകും. ആര്? യൂറോ റെക്ടൽ സെപ്റ്റം. അങ്ങനെ സെപ്പറേറ്റ് ആയ ബ്ലാഡർ എന്താകും? പുറത്തോട്ട് വരും, ഇൻസൈഡ് ഔട്ടായിട്ട് പ്രൊട്രൂഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്? എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബ്ലാഡർ നമുക്ക് അബ്ഡോമിനൽ നിന്ന് കാണാൻ പറ്റും. നെക്സ്റ്റ് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള പ്യൂബോറെക്ടൽ റിംഗ് ആയിരിക്കും. പിന്നെ ബ്ലാഡർ മ്യൂക്കോസൈഡ് അവിടെ അൾസറോ അങ്ങനെ എന്തെങ്കിലും കാണും. പിന്നെ യൂറിന് ഡിസ്കളറേഷനോ അല്ലെങ്കിൽ ഓർഡറോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ സീപ്പേജ് ഓഫ് യൂറിൻ ഇൻറ്റു പോസ്റ്റീരിയർ ബ്ലാഡർ, അതായത് ആൻറ്റീരിയർ ബ്ലാഡറിലായിരിക്കും യൂഷ്വലി എന്ത് ചെയ്യുന്നത്? യൂറിൻ നിൽക്കുന്നത്. അപ്പോൾ അത് പോസ്റ്റീരിയർ ബ്ലാഡറിലേക്ക് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫീമെയിൽസിനായിരിക്കും കൂടുതലായിട്ടുള്ള ചാൻസ്. പിന്നെ ഫീമെയിൽസിന് ആ ഒരു ബ്ലാഡറിൽ നിന്നുള്ള യൂറിൻ വജൈനൽ ഓറിഫൈസ് വഴിയോ ക്ലിറ്റോറിസ് വഴിയോ ലേബിയ മൈനോറയൊക്കെ വഴിയോ പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാം, ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ ഉണ്ടാകാം, കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ ഉണ്ടാകാം. പിന്നെ റെക്ടൽ മസിൽസ് ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കാം, സ്കിൻ എക്സോറിയേഷൻ ഒക്കെ ഉണ്ടാകാം. ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗേൾസിനും ബോയ്സിനും എന്തൊക്കെയാണ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോയ്സിനെന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് എപ്പിസ്പാഡിയാസിസ് ആയിരിക്കും വിത്ത് ഡോർസൽ കോഡ്. പക്ഷേ എപ്പിസ്പാഡിസിസ് വിത്ത് ബൈഫിഡ് ആയിട്ടുള്ള ക്ലീറ്റോറിസ് ആയിരിക്കും ഗേൾസിൽ വരുന്നതെന്ന് വെച്ചാൽ. പിനെയൽ ലെങ്ത് എന്ന് പറയുന്നത് അഫക്റ്റഡ് ആയിട്ടുള്ള അൺഅഫക്റ്റഡ് ബോയ്സിൻ്റെ പിനെയൽ ലെങ്തിനെക്കാട്ടിലും പകുതി പിനെയൽ ലെങ്ത് ആർക്ക് ഉണ്ടാകത്തുള്ളൂ? എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ ഉള്ള ബോയ്സിന് ഉണ്ടാകത്തുള്ളൂ. പിന്നെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ലേബി ആയിരിക്കും ഗേൾസിന് ഉണ്ടാവുക. പിന്നെ സ്ക്രോട്ടം എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ഫ്രം ദ പെനിസ് ആൻഡ് വൈഡ് ആൻഡ് ഷാലോ ആയിരിക്കും.
നോർമലി പെനിസിന്റെ കൂടെ തന്നെ ആയിരിക്കും സ്ക്രോട്ടം ഉണ്ടാക്കുക. പക്ഷെ എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ ഉള്ള ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ക്രോട്ടം എന്ന് പറയുന്നത് പെനിസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ഏനസ് എന്ന് പറയുന്നത് ആന്റീരിയർലി ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും വിത്ത് ചാൻസ് ഓഫ് റെക്ടൽ പ്രൊലാപ്സ്. റെക്ടൽ പ്രൊലാപ്സിനൊക്കെ ഉള്ള ചാൻസ് ഗേൾസിൽ കാണുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് എക്സാമിനേഷൻ നമുക്ക് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. കൂടാതെ സിസ്റ്റോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. എക്സ്റേ, അൾട്രാസൗണ്ട്, പിന്നെ ഇൻട്രാവീനസ് പൈലോഗ്രാം, യൂറോ ഡൈനാമിക് ടെസ്റ്റിംഗ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക മെയിനായിട്ടും. അപ്പം ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ സിസ്റ്റോസ്കോപ്പിക് എക്സാമിനേഷൻ, എക്സ്റേ, അൾട്രാസൗണ്ട്, പിന്നെ ഇൻട്രാവീനസ് പൈലോഗ്രഫി, പിന്നെ യൂറോ ഡൈനാമിക് ടെസ്റ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും എറ്റിയോളജി ഒക്കെ ഓൾറെഡി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കറക്ഷൻ നമ്മൾ ബർത്തിന്റെ ടൈമിൽ തന്നെ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇത് കവേർഡ് വിത്ത് പ്ലാസ്റ്റിക് റാപ്പ് ടു കീപ് ദ ബ്ലാഡർ മോയിസ്റ്റ്. നമ്മൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് ബ്ലാഡറിനെ കവർ ചെയ്തിരിക്കണം, അത് മോയിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. നമ്മൾ ഓൾറെഡി ഓംഫാലോസീലിലും പിന്നെ സ്പൈന ബൈഫിഡിലും ഒക്കെ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു റാപ്പ് വെച്ച് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, മോയിസ്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടിട്ട് ബ്ലാഡറിനെ മോയിസ്റ്റ് ആക്കി കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് പെട്രോളിയം ഗോസോ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം, ഇൻഫ്ലമേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് ആണ്. സർജിക്കൽ മാനേജ്മെന്റ് നമുക്ക് രണ്ട് രീതിയിലാണുള്ളത്. സ്റ്റേജ് റീകൺസ്ട്രക്ഷനും ടോട്ടൽ സിംഗിൾ സ്റ്റേജ് റീകൺസ്ട്രക്ഷനുമാണ്. സ്റ്റേജ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആദ്യം ബ്ലാഡർ നമ്മൾ ക്ലോസ് ചെയ്യും, 2 എപ്പിസ്പാഡിയാസിസ് നമ്മൾ റിപ്പയർ ചെയ്യും, ഫൈനൽ ബ്ലാഡറിനെ റീകൺസ്ട്രക്ഷൻ ചെയ്യും. ഫസ്റ്റ് നമ്മൾ ബ്ലാഡറിനെ ക്ലോസ് ചെയ്യും, അതായത് പുറത്തോട്ട് നിൽക്കുന്ന ബ്ലാഡറിനെ ഫസ്റ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ട് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പിസ്പാഡിയസിസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പയർ ചെയ്യും. മൂന്നാമത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാഡറിനെ റീകൺസ്ട്രക്ട് ചെയ്യും, അതായത് നമ്മൾ ആ ഉള്ളിലേക്ക് ആക്കിയ ബ്ലാഡറിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് 3 സ്റ്റേജിലായിട്ടുള്ള റിപ്പയർ എന്ന് പറയുന്നത്. ടോട്ടൽ സിംഗിൾ സ്റ്റേജിലായിട്ടുള്ള റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എന്താണ് കോസ്റ്റ് ഒക്കെ ഇതിനും കുറവായിരിക്കും. ഫസ്റ്റ് ബ്ലാഡറിനെ നമ്മൾ ക്ലോസ് ചെയ്യും, എപ്പിസ്പാഡിയാസിസ് റിപ്പയർ ചെയ്യും. അതാണ് ടോട്ടൽ സിംഗിൾ സ്റ്റേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, മോഡേൺ സ്റ്റേജ് റിപ്പയർ ഓഫ് എക്സ്ട്രോഫി ആൻഡ് കംപ്ലീറ്റ് പ്രൈമറി റിപ്പയർ ഓഫ് എക്സ്ട്രോഫി എന്ന് 2 രീതിയിൽ ട്രീറ്റ്മെന്റ് പറയാം. നെക്സ്റ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് ആണ്. നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പാരൻസിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെയാണ് ബ്ലാഡറിന്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത്, ആ ഏരിയ ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നത് എങ്ങനെയാണ്, പെട്രോളിയം ജെല്ലൊക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ബ്ലാൻഡ് ഓയിൻമെന്റ് ഉണ്ട്, അത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, പിന്നെ ഡയബർ എങ്ങനെയാണ് മാറ്റുന്നത്, പിന്നെ സ്റ്റൂൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, പിന്നെന്താണ് സ്ട്രെയിനിങ് ഓഫ് സ്റ്റൂൾ പ്രിവെന്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, റെക്ടൽ പ്രൊലാപ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസ് ക്ലോത്തിങ് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഇൻഫന്റിന് ഇമ്മേഴ്സ് ബാത്തിങ്, അതായത് മുക്കി കിടത്തി കുളിപ്പിക്കലില്ലേ, അത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ യൂറിൻ സാമ്പിളിന് നമ്മൾ കളക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, ബ്ലാഡറിൽ നിന്ന് യൂറിൻ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യണം യൂസിങ് ഡ്രോപ്പർ അല്ലെങ്കിൽ സിറിഞ്ച് വെച്ചിട്ട്. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ റൊട്ടീൻ ആയിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കൊടുക്കുക, അബ്ഡോമിനൽ ഡ്രസ്സിങ് ക്ലീനും ഡ്രൈയും ആക്കി വെക്കുക. പിന്നെന്താണ് ഡ്രെയിനേജ് ട്യൂബിൽ നിന്നൊക്കെ ക്ലീൻ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. പിന്നെ സൈൻസ് ഓഫ് ഇൻഫെക്ഷനോ കോംപ്ലിക്കേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ പാരൻസിന് ചൈൽഡ് കെയറിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ ഇൻവോൾവ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞു, ഒരു അബ്നോർമൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻസൈഡ് ഔട്ട് ഓഫ് ദ ബ്ലാഡറിനെയാണ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് മെയിനായിട്ടും പറയുന്നത്. അതിന് ജെനറൽ സിസ്റ്റം, യൂറിനറി സിസ്റ്റം ഒക്കെ ഇൻവോൾവ് ആണ്. പിന്നെ അതിൻ്റെ എറ്റിയോളജി എന്ന് പറയുന്നത് എക്സാക്റ്റിയോളജി എന്താണ് ഇഡിയോപ്പതിക് ആണ്. എന്നാലും ജെനറ്റിക് കോസസും എൻവയോൺമെന്റൽ കോസസും ഒക്കെ വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും ബർത്ത് ട്രോമയോ ബർത്ത് ഡിഫക്ട്സ് എന്തെങ്കിലും വരുന്നത് അതൊരു ഇതാണ്. പിന്നെ പത്തഫിസിയോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു അൺനോൺ എറ്റിയോളജി കാരണം അബ്ഡമിനൽ വോള് അല്ലെന്നുണ്ടെങ്കിൽ ക്ലോയാക്ക റപ്ചർ ആയി പോകും, പൊട്ടിപ്പോവും. അപ്പോൾ എന്താണ് നമ്മുടെ യൂറോ ജെനൈറ്റൽ ആയിട്ടുള്ള ഒരു സെപ്റ്റം ബ്ലാഡറിനെ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ബവലിൽ നിന്നും സെപ്പറേറ്റ് ആക്കും. എന്നിട്ട് ഈ ഒരു അബ്ഡമിനൽ വോള് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യാത്തതുകൊണ്ട് അതിൽ കൂടി എന്ത് ചെയ്യും, ഈ ഒരു ബ്ലാഡർ പ്രൊട്രൂഡ് ആവും, ഇൻസൈഡ് ഔട്ട് ആവും. അതിനെയാണ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താകും, നമുക്ക് കാണാൻ പറ്റും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബ്ലാഡർ. അത് റെഡ് കളേർഡ് ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള പോസ്റ്റീരിയർ ബ്ലാഡർ ആയിരിക്കും മെയിനായിട്ടും കാണാം. പിന്നെ യൂറിൻ പോസ്റ്റീരിയർ ബ്ലാഡറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഡ്രിബിളിംഗ് ഓഫ് ദ യൂറിന് ചാൻസ് ഉണ്ട്. പിന്നെ കളർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഓർഡറും സ്കിൻ എക്സോറിയേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള പ്യൂബറക്ടൽ റിംഗ് ആണ്. പിന്നെ സെപ്പറേഷൻ ഓഫ് ദ സിംഫൈസിസ് പിബിസ്, അങ്ങനെയൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറഞ്ഞു.
നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് നമുക്ക് ചെയ്യാം, ഇൻട്രാവീനസ് പൈലോഗ്രാഫ് നമുക്ക് ചെയ്യാം, പിന്നെ എക്സ്റേ എടുത്ത് നോക്കാം, സിസ്റ്റോസ്കോപ്പിക് എക്സാമിനേഷൻ നമുക്ക് ചെയ്ത് നോക്കാം, പിന്നെ യൂറോ ഡൈനാമിക് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. റിലവൻ്റ് ആയിട്ടുള്ളത് സിസ്റ്റോസ്കോപ്പിക് എക്സാമിനേഷനും ഇൻട്രാവീനസ് പൈലോഗ്രാഫും യൂറോ ഡൈനാമിക്കൽ ടെസ്റ്റിംഗ് ആണ്. പിന്നെ കറക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബർത്തിൻ്റെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ആ ഭാഗം നമ്മൾ മോയിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം, ഇൻഫെക്ഷൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യണം, കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യണം. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്രോളിയം അല്ലെങ്കിൽ ഗോസിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ സർജിക്കൽ മാനേജ്മെൻറ്റ് എന്താണ്, സിംഗിൾ സ്റ്റേജ് റിപ്പയറും ഉണ്ട്, മോഡേൺ ആയിട്ടുള്ള സ്റ്റേജ്ഡ് റിപ്പയറും ഉണ്ട്. അപ്പോൾ 3 സ്റ്റേജ് റിപ്പയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബ്ലാഡറിനെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും, അതിനുശേഷം എപ്പിസ്പാഡേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യും, അതിനുശേഷം ബ്ലാഡറിനെ എന്ത് ചെയ്യും, റീകൺസ്ട്രക്ട് ചെയ്യും. പിന്നെ സിംഗിൾ സ്റ്റേജ് റിപ്പയർ എന്ന് പറയുമ്പോൾ എപ്പിസ്പാഡേഴ്സ് റിപ്പയറും ബ്ലാഡർ ക്ലോസറും ആണ് മെയിനായിട്ടും വരുന്നത്. അപ്പോൾ ഇതാണ് ട്രീറ്റ്മെൻറ്റ്. നഴ്സിംഗ് മാനേജ്മെൻറ്റ് എങ്ങനെ ബവലും ബ്ലാഡറും ഒക്കെ ക്ലീൻ ആക്കണം, കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യണം, ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യണം, പിന്നെ കുട്ടീനെ എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ഓക്കെ.